ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസം ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പിൽ ഇന്റർ മയാമി PSG-യോട് 4-0 തോൽവി ഏറ്റുവാങ്ങിയിരുന്നു. അതിനുശേഷം മുൻ ഫുട്ബോൾ താരം ഇബ്രാഹിമോവിച്ച് ഇന്റർ മയാമിയെയും മെസ്സിയും കുറിച്ച് ചില വാക്കുകൾ പറയുന്നു. അത് നമുക്കൊന്ന് നോക്കാം. തോൽവിയെക്കുറിച്ച് അതവൻ്റെ തെറ്റാണെന്ന് കരുതി സംസാരിക്കരുത്. മെസ്സി തോറ്റിട്ടില്ല, ഇന്റർ മയാമി തോറ്റു. നിങ്ങൾ ഈ ടീമിനെ കണ്ടിട്ടുണ്ടോ? കുറച്ച് മരക്കഷ്ണങ്ങൾ നിൽക്കുന്നു. മെസ്സി പ്രതിമകൾക്കിടയിലാണ് കളിക്കുന്നത്. സഹതാരങ്ങളില്ല. ഒരു യഥാർത്ഥ ടീമിൽ, പാരീസിൽ, മാഞ്ചസ്റ്ററിൽ ഇതുപോലെ ഏതെങ്കിലും വലിയ ടീമിലായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് യഥാർത്ഥ സിംഹത്തെ കാണുമായിരുന്നു. മെസ്സി കളിയെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് കളിക്കുന്നത്. കാരണം 99% കളിക്കാർക്കും കഴിയാത്തത് അദ്ദേഹത്തിന് ഇപ്പോഴും ചെയ്യാൻ കഴിയും. പക്ഷേ സിമൻറ്റ് ബാഗുകൾ ചുമക്കുന്നത് പോലെ ഓടുന്നവരാണ് അദ്ദേഹത്തിന് ചുറ്റും. നല്ല പരിശീലകരില്ല, താരങ്ങളില്ല. പന്ത് കൊണ്ട് എങ്ങനെ നീങ്ങണം എന്ന് മനസ്സിലാക്കുന്ന കളിക്കാർ പോലുമില്ല. നിങ്ങൾക്ക് മെസ്സിയെ കുറ്റപ്പെടുത്തണോ? എംബാപ്പയ്ക്കൊപ്പം, ഹാലൻഡിനൊപ്പം അല്ലെങ്കിൽ എനിക്കൊപ്പം കളിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തിനെതിരെ സംസാരിക്കാം. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇത് എനിക്കറിയാവുന്ന മെസ്സിയല്ല. മെസ്സി ഫുട്ബോളിൽ മാജിക് അറിയാവുന്ന ഒരു വലിയ താരമാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ അദ്ദേഹത്തിനൊരു യഥാർത്ഥ ടീം നൽകിയാൽ അവൻ സ്റ്റേഡിയം വീണ്ടും കത്തിച്ചു കളയും. കാരണം മെസ്സി ഇപ്പോഴും പഴയ മെസ്സി തന്നെയാണ്. പക്ഷേ ഇന്നോ? ഇത് അദ്ദേഹത്തിൻ്റെ തോൽവിയല്ല, ഇന്റർ മയാമിയുടെയും ഫുട്ബോളിൻ്റെയും തോൽവിയാണ്. ഇബ്രാഹിമോവിച്ചിൻ്റെ വാക്കുകളാണിത്. ഇബ്രാഹിമോവിച്ചിൻ്റെ ഈ വാക്കുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സുമായി രേഖപ്പെടുത്തൂ.